ഹായ് എവരിവൺ. പരീക്ഷയ്ക്ക് നമുക്കൊരു 30 ദിവസം പഠിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ NTA UGC നെറ്റ് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്ന് കുറേ ചോദ്യങ്ങൾ വരാറുണ്ട് ഈ ലേറ്റായിട്ടുള്ള സമയത്ത്. ഞാൻ ആദ്യമേ തന്നെ ഒരു സത്യം പറയാം, 30 ദിവസം എന്നുള്ളത് വളരെ പരിമിതമാണ്. നമ്മൾ കാര്യങ്ങൾ ഷുഗർ കോട്ട് ചെയ്യുന്നത് കൊണ്ടോ പറ്റാത്ത ഒരു കാര്യത്തെപ്പറ്റി പറയുന്നത് കൊണ്ടോ അർത്ഥമില്ല. പക്ഷേ ഇത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ചെയ്തവരുണ്ട്. അതുപോലെ പഠിക്കാനുള്ള എഫേർട്ട് എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ 30 ഡേയ്സ് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള കാര്യവും നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാം. ഒന്നാമതായിട്ട് മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യം, ഇനി ഈ 30 ദിവസം കൊണ്ട് എല്ലാം പഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. മുഴുവൻ സിലബസും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനാകുമോ എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. അതുപോലെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. നിങ്ങൾ PG വരെ പഠിച്ച ആളുകളാണ് അല്ലേ? പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ PG ആണ് ക്വാളിഫിക്കേഷൻ. അതുകൊണ്ട് നിങ്ങൾ ഒരുവിധം കണ്ടിട്ടുള്ള കാര്യങ്ങളാവും. മെയിൻ പേപ്പറിൽ ഒരു പകുതിയിലധികവും നിങ്ങൾ പരീക്ഷകൾക്ക് ഒരുവിധം പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു തവണ കണ്ട കാര്യങ്ങളാവും. അപ്പോൾ നിങ്ങളുടെ വീക്ക്നെസ് അസസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസുകൾ റിസോഴ്സുകളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ iPlusന്റെ JRF ടെസ്റ്റ് സീരീസ് എടുത്ത പേപ്പർ 1 ഒരു 14,000 ചോദ്യങ്ങൾ 2021 അടക്കം എക്സ്പ്ലനേഷനോടുകൂടി കിട്ടും. പേപ്പർ 2 അതുപോലെ ഒരു സെറ്റ് പേപ്പർ 1 50 ചോദ്യവും പേപ്പർ 2 100 ചോദ്യവും ചെയ്ത് നോക്കുക. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഈ 100 ചോദ്യങ്ങൾ പേപ്പർ 2 50 ചോദ്യങ്ങൾ പേപ്പർ 1 ചെയ്യുമ്പോൾ നിങ്ങളുടെ വീക്ക് ഏരിയകൾ തിരിച്ചറിയാൻ പറ്റും. ഏതിൽ ഫോക്കസ് ചെയ്യണം എന്നാണ് അടുത്ത ചോദ്യം. ഇതിൽ ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ ഏരിയകൾ ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കുക. കാര്യം പരീക്ഷയോട് അടുക്കും തോറും നമ്മുടെ സ്ട്രെസ് കൂടും. പാടുള്ള ഭാഗങ്ങൾ പഠിക്കണമെങ്കിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കേണ്ടി വരും. അപ്പോൾ മനസ്സിനൊരു മടുപ്പൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം പ്ലാൻ അനുസരിച്ച് ഡിഫിക്കൽട്ട് ഏരിയകൾ പഠിക്കാനായിട്ട് നോക്കുക 10 ദിവസം. അത് കഴിഞ്ഞുള്ള 10 ദിവസം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള അറിയുന്ന ഏരിയകൾക്കായിട്ട് പേപ്പർ 1 പേപ്പർ 2 സമയം കൊടുക്കുക. ഇത് മനസ്സിലാവണമെങ്കിൽ ആദ്യം അസസ്മെന്റ് നടത്തണം. അതുപോലെ തന്നെ ഈ 30 ദിവസവും ഡേറ്റ ഇന്റർപ്രിട്ടേഷനോ റീഡിംഗ് കോംപ്രിഹെൻഷനോ മാത്തമാറ്റിക്കൽ റീസണിങ്ങോ പേപ്പർ 1 ഡിഫിക്കൽട്ട് ആയിട്ടുള്ളവർ ഡെയിലി ഒരു 5 ചോദ്യങ്ങൾ വെച്ച് DIയുടെയും RCയുടെയും മാത്തമാറ്റിക്കൽ റീസണിങ്ങിന്റെയും പ്രാക്ടീസ് ചെയ്യുക. കാര്യം 10-30 സെറ്റ് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് പരീക്ഷാ ഹോളിൽ 10-12 മാർക്ക് 10-12 ചോദ്യങ്ങൾ ശരിയാക്കാൻ പറ്റുന്ന 3 യൂണിറ്റുകളാണിത്. അപ്പോൾ നമ്മുടെ 20 ദിവസങ്ങൾ കഴിഞ്ഞു. ഇനി ഒടുവിലത്തെ 10 ദിവസം പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ചോദ്യം വർക്കൗട്ട് ചെയ്യുമ്പോൾ പലരും ഈ 2004 തൊട്ടും 2014 തൊട്ടുമുള്ള ബുക്കുകളൊക്കെ റെഫർ ചെയ്യുന്നുണ്ടാവും. ദയവായിട്ട് അത് ചെയ്യരുത്. 2018 സിലബസ് മാറി. അതിനുശേഷം തന്നെ നിങ്ങളുടെ പേപ്പർ 2 എടുത്താലും 10-400 ചോദ്യങ്ങൾ കിട്ടാൻ പാകത്തിന് 4ലധികം എക്സാം നടന്നിട്ടുണ്ട്. പേപ്പർ 1 ആണെങ്കിൽ ഓരോ കൊല്ലവും 40-50 ഷെഡ്യൂളുകൾ നടക്കാറുണ്ട്. അങ്ങനെ 2000-2500 ചോദ്യം ഓരോ കൊല്ലവും കിട്ടും. അപ്പോൾ 2021 തുടങ്ങി പുറകിലേക്ക് 2020-ലെയും 2019-ലെയൊക്കെ ചോദ്യങ്ങൾ റെഫർ ചെയ്യുക. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ 30 ദിവസം കൊണ്ട് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ഏറ്റവും നല്ല രീതിയിൽ ഭംഗിയായിട്ട് പഠിക്കൂ. പരീക്ഷയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.